20 സെഷൻസിൻ്റെ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ലേണിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്യുവറായിട്ട് SST ഷോർട്ട് സ്വിംഗ് ട്രേഡ് സെയിം ക്വാർട്ടറിൽ എൻട്രിയും എക്സിറ്റും ഉള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള ഫണ്ട് അനാലിസിസ് നമ്മൾ പഠിക്കും. ഫണ്ടയിൽ തന്നെ എങ്ങനെയാണ് വരികൾക്കിടയിൽ കൂടി വായിക്കുന്ന കൺസെപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ ടെക്നിക്കലി പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ചാർട്ട് അനാലിസിസ്, പിയർ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷനും എങ്ങനെയാണ് ചാർട്ടിലെ ഈ റിലേഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെക്കുറിച്ചുള്ള അനാലിസിസാണ് നമ്മൾ പഠിക്കുന്നത്. 20 സെഷൻസാണ്. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ശ്രദ്ധിക്കണം, ഈ ഒരു സെഷനിൽ പങ്കെടുക്കാനായിട്ട് ഒരു എക്സ്പീരിയൻസും ആവശ്യമില്ല. പ്യുവർ ബിഗിനർ ആണെങ്കിലും ഒരു കുഴപ്പമില്ല, പഠിപ്പിക്കാൻ എളുപ്പമാണ് ശരിക്കും. പക്ഷെ പഠിച്ചെടുക്കാൻ മാസ്റ്റർ ചെയ്യാനായിട്ട് ധാരാളം സ്ട്രെയിൻ വേണം, പെയിൻ വേണം, എഫേർട്ട് വേണം. ഒരു സ്കില്ലും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് എഫർട്ട് അത്യാവശ്യമാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് താങ്കളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സക്സസ്ഫുൾ ആകത്തുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ധാരാളം കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിൻ്റെ അതിൽ ഏതാനും കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ വീഡിയോ മണിക്കൂറുകളോളം നീണ്ടുപോകും ശരിക്കും. അതുകൊണ്ട് തന്നെ പല പല വീഡിയോസിലായിട്ട് ക്രിട്ടിക്കൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് വിചാരിച്ചു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലുമാണ് സ്റ്റോക്കിൻ്റെ റവന്യൂവിൽ ഗ്രോത്ത് വേണം, സ്റ്റോക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഗ്രോത്ത് വേണം, സ്റ്റോക്കിൻ്റെ EPS ഫാൻറ്റാസ്റ്റിക് ആയിരിക്കണം. അതിനോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ, ദാറ്റ് മീൻ വിസിബിലിറ്റി, എന്തുമാത്രം ഓർഡർ കയ്യിലുണ്ടതിനെക്കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് എക്സിക്യൂഷൻ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മാനേജ്മെൻറ്റ് കമൻട്രിയിൽ മാനേജ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റ് നാളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ ആ സ്റ്റോക്ക് താങ്കൾ ഒരു ദിവസത്തേക്ക് എടുത്താലും ഒരു കൊല്ലത്തേക്ക് എടുത്താലും അത് ട്രേഡ് ചെയ്യാവുള്ളൂ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാർ നമ്മൾ ഏത് യൂട്യൂബ് തുറന്നാലും ഏത് ട്വിറ്റർ അക്കൗണ്ട് തുറന്നാലും ഒക്കെ ധാരാളം സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ കിട്ടും. ധാരാളം നോയ്സിൻ്റെ ഇടയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ശരിക്കും. നോയ്സ് എന്ന് മാറിയിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടേതായിട്ടുള്ള കർമ്മപഥത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നോയ്സ് എന്ന് മാറി നിന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറിലെ ടോപ്പ് ക്വാളിറ്റി സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുക. ട്രെൻഡിങ് സെക്ടർ എന്ന് വെച്ചാൽ സെക്ടർ അനാലിസിസ് പഠിക്കുക. നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ CNSൽ ഒരു 17-18 സെക്ടേഴ്സ് ഉണ്ട്. BSEയിൽ കുറച്ച് സെക്ടറുണ്ട്. ഇതിനപ്പുറമായിട്ടുള്ള സബ് സെക്ടേഴ്സിലാണ് ഏറ്റവും കൂടുതൽ കളി നടക്കുന്നത്, ഏറ്റവും കൂടുതൽ പൈസ വന്ന് കയറിപ്പോകുന്നത് ശരിക്കും. താങ്കളൊരു ഷോർട്ട് ടൈം ട്രേഡ് ആണെങ്കിൽ സബ് സെക്ടറുകളെ കുറിച്ച് ആദ്യം പഠിക്കുക, സബ് സെക്ടറിലെ മണി ഫ്ലോയെക്കുറിച്ച് രണ്ടാമത് പഠിക്കുക. ഈ രണ്ട് കാര്യങ്ങളും വളരെ അത്യാവശ്യമാണ് ഒരു ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ച്. ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് ആ സ്റ്റോക്കിൽ നിന്ന് മാന്യമായിട്ടുള്ള ലാഭത്തിൽ എക്സിറ്റ് ചെയ്യാനായിട്ട് ഓൺ ഷോർട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനൊന്നും എളുപ്പ വഴികളില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. മൂന്നാമത്തെ കാര്യം, ട്രേഡ് ഒൺലി അറ്റ് സോൺ. എന്താണ് സോൺ എന്ന് പറയുന്നത്? 2 ടൈപ്പ് സോൺ ഉണ്ട് അല്ലേ? ഒന്ന് സപ്പോർട്ട് സോണും 2 റെസിസ്റ്റൻസ് സോണുമുണ്ട്. ഈ 2 സോണിൽ അല്ലാതെ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഇൻ ബിറ്റ്വീൻ നെവർ ട്രേഡ്. ഒന്നില്ലെങ്കിൽ സപ്പോർട്ടിൽ ട്രേഡ് ചെയ്യുക, അല്ല റെസിസ്റ്റ് ട്രേഡ് ചെയ്യുക. സപ്പോർട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സപ്പോർട്ട് ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? സ്റ്റോക്ക് എക്സലൻറ്റ് ലെഗ് കൊടുത്തിട്ട്, ഫസ്റ്റ് ലെഗ് കൊടുത്തിട്ട് എക്സലൻറ്റ് ക്യാൻഡിൽസ് കയറി പോയിട്ട് വളരെ വീക്ക് ക്യാൻഡിൽ താഴെ വന്നിട്ട് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കും. സപ്പോർട്ട് എടുക്കുന്ന സമയത്തുള്ള കോൺട്രാക്ഷൻ ക്വാളിറ്റി അനാലിസിസ് ആണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അത് ഒരു വരിയിൽ കൂടെയോ ഒരു ചാർട്ട് കാണിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കുറേ കൺസെപ്റ്റ്സ് ഉണ്ട് പഠിക്കാനായിട്ട്, കുറേ പാറ്റേൺസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അബ്സല്യൂട്ട് ക്യാൻഡിൽ വിത്ത് അണിമ എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്. ത്രഷോൾഡ് ബ്രേക്ക്ഔട്ട് വിത്ത് പിവറ്റ് എന്ന് പറയുന്ന വേറൊരു പാറ്റേൺ ആണ്. ശരിക്കും കോൺട്ര എന്ന് പറയും, സ്റ്റാറ്റിക് കോൺട്രാക്ഷൻ എന്ന് വേറൊരു കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ OBS എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്, ആ ഭാഗത്ത് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റാണ്. IC ക്യാൻഡിൽസ് ധാരാളം വർക്ക് ചെയ്യും. IC ക്യാൻഡിൽസ് അകത്ത് തന്നെ സ്പൈറൽസ് ഡെവലപ്പ് ചെയ്യും. ശരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. എങ്ങനെയാണ് സപ്പോർട്ടിൽ നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റി കോൺട്രാക്ഷൻ അനലൈസ് ചെയ്യുക എന്നുള്ളത്. ആ കോൺട്രാക്ഷൻ ക്വാളിറ്റി അനാലിസിസിൻ്റെ പുറത്ത് ആണ് നമ്മൾ സപ്പോർട്ടിൽ മേടിക്കുന്നത്.
ഇനി സപ്പോർട്ടിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നെക്സ്റ്റ് ലെവൽ മീൻസ് റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ബിൽഡപ്പ് എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കേണ്ടത് റെസിസ്റ്റൻസ് ബിൽഡപ്പ് ചെയ്യുന്ന സ്റ്റോക്കുകൾക്കാണ് ബ്രേക്ക് ഔട്ട് കൂടാനുള്ള സാധ്യത കൂടുതൽ റെസിസ്റ്റൻസ് സ്റ്റോക്ക് ബിൽഡപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോക്ക് ആ ബ്രേക്ക് ഔട്ടിനെ കവർ ചെയ്ത് പോകാനായിട്ടുള്ള സ്ട്രെങ്ത് റിഗെയിൻ ചെയ്യുവാണ് ആ സ്ട്രെങ്ത് റിഗെയിൻ ചെയ്യുന്നതിന് എന്തെല്ലാം വേണം സ്റ്റോക്കിനെ സംബന്ധിച്ച് ഒന്ന് സ്റ്റോക്ക് ഒന്ന് കൂൾ ഓഫ് ആകണം ഒരു ചെറിയ കൂൾ ഓഫിൽ വരണം കൂൾ ഓഫിൽ വന്നതിന് ശേഷം മാത്രമേ സ്റ്റോക്കിൻ്റെ രണ്ടാമതൊരു ആക്ഷനിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ ആ റെസിസ്റ്റൻസിനകത്ത് കോൺട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യണം ആ കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ അത് മൊമെൻറ്റത്തിൽ കോൺട്രാക്ട് ചെയ്യണം സൈസിൽ കോൺട്രാക്ട് ചെയ്യണം പ്രൈസിൽ കോൺട്രാക്ട് ചെയ്യണം വോളിയത്തിൽ കോൺട്രാക്ട് ചെയ്യണം ഈ 4 ടൈപ്പ് കോൺട്രാക്ഷനും അവിടെ നടക്കണം ശരിക്കും അവിടെ പാറ്റേൺ ഡെവലപ്മെൻറ്റ് നടക്കും ആ പാറ്റേൺ ഡെവലപ്മെൻറ്റിനെ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി അവിടെ ഉള്ളത് കാര്യം റെസിസ്റ്റൻസിലാണെങ്കിലും സപ്പോർട്ടിലാണെങ്കിലും ഇങ്ങനെ വർക്ക് ചെയ്യുവാണെങ്കിൽ താങ്കളുടെ സ്റ്റോപ്പ് ലോസ് മിനിമൽ ആയിരിക്കും മേ ബി 1.5%, മേ ബി 2%, മേ ബി 1%. അങ്ങനെയൊക്കെയുള്ള മിനിമൽ സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്താൽ മാത്രമേ എങ്ങനത്തെ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇങ്ങനത്തെ മിനിമൽ സ്റ്റോപ്പ് ലോസ് വർക്ക് ചെയ്യുമ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ ഹ്യൂജ് ആയിട്ട് കിട്ടും. സപ്പോസ് താങ്കളൊരു 1.5%ൽ ഒരു സ്റ്റോക്കിൽ എൻട്രി ചെയ്താൽ 15% ലാഭത്തിൽ എക്സിറ്റീവ് ആണെങ്കിൽ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:10 ആണ് ശരിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും മിനിമത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് സപ്പോർട്ടിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം 13-14 ടൈപ്പ് ഓഫ് എന്താ പറയണ്ടേ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് താങ്കൾക്ക് ബോധവാനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ സപ്പോർട്ടിനൊപ്പം തന്നെ നമുക്ക് അതിനോട് അഡീഷണൽ ആയിട്ടൊരു ഫിബിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടുവാണ്. ഒരേ സ്ഥലത്ത് സിനർജി കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പവർ സോൺ. അവിടെ ഫിബ് വരാം, അവിടെ മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട് വരാം, എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒരു സപ്പോർട്ടും കൂടെ സെയിം ലൊക്കേഷനിൽ കിട്ടുവാണെങ്കിൽ അവിടെ സിനർജിയായി. ദാറ്റ് മീൻസ് അവിടെ കൂടുതൽ ആക്ഷൻ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയൊക്കെ കേസിൽ മാത്രമേ താങ്കളെ ട്രേഡിൽ എൻട്രി ചെയ്യാവുള്ളൂ എന്നുള്ള കാര്യം എടുത്തു പറയാം. മൂന്നാമത്തെ കാര്യം സ്റ്റേജ് അനാലിസിസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2 ആഴ്ച മുമ്പ്. താങ്കൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ വീഡിയോ കാണണം. അതിൻ്റെ അകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്കുകൾ വർക്ക് ചെയ്യുന്ന 4 സ്റ്റേജിലാണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് 4 എന്ന് വെച്ചാൽ മരണമാണ്. അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് എടുത്ത് സ്റ്റോക്ക് സ്റ്റേജ് 1ലേക്ക് പോകും. സ്റ്റേജ് 1ലാണ് ബേസിക്കലി മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, HNIs ഒക്കെ കയറുന്നത് സ്റ്റേജ് 1ലാണ്. അവിടെ നിന്ന് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് എടുത്ത് സ്റ്റേജ് 2ലേക്ക് പോകും. 2ൽ നിന്ന് പുൾ ബാക്ക് വന്ന് 3ലേക്ക് പോകും. പിന്നെ 2-3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടെങ്കിലും വെച്ച് വീണ്ടും മരണത്തിലേക്ക് വരും. എല്ലാ സ്റ്റോക്കും ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യത്തുള്ളൂ. പ്യുവർ സ്റ്റേജ് 2ലാണ് ആസ് ഫാർ എസ് ഷോർട്ട് ടൈം ട്രേഡിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് കിട്ടുന്നത്. ഒരിക്കലും സ്റ്റേജ് 4ൽ പോയി പെട്ടുപോയാൽ തീർന്നു. താഴേക്ക് വന്ന സ്റ്റോക്കിൽ ആവറേജ് ചെയ്യാൻ പാടില്ല. സ്റ്റോക്ക് സ്റ്റേജ് 4 എന്നും സ്റ്റേജ് 1ലേക്ക് വന്നതിന് ശേഷം മാത്രമേ താങ്കളെങ്കിലും സ്റ്റോക്കിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആവറേജ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ കൂടുതൽ നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളൊരു ഷോർട്ട് ടൈം ട്രേഡർ ആണെങ്കിൽ പ്യുവർ സ്റ്റേജ് 2ൽ മാത്രമേ ട്രേഡ് ചെയ്യുള്ളൂ. സ്റ്റേജ് 2ൽ അതിനായിട്ടുള്ള പുൾ ബാക്ക് 2-3 ചേർന്നാണ് ആ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയണ്ടേ ആക്സിലേഷൻ പുൾ ബാക്ക് എന്ന കൺസെപ്റ്റ് വരുന്നത്. സ്ട്രെയിറ്റ് അപ്പ് ദാറ്റ് മീൻസ് സ്റ്റേജ് 2 പോയ സ്റ്റോക്ക് സ്റ്റേജ് 3ലേക്ക് കാത്തിരിക്കുക. 3 മീൻസ് പുൾ ബാക്കാണ്. പുൾ ബാക്കിനെ അനലൈസ് ചെയ്യുക. അത് ലീനിയർ ആയിരിക്കണം. ബ്രേക്ക് ഡൗൺ ക്യാൻഡിൽ വരാൻ പാടില്ല. വോളിയം കുറവായിരിക്കണം. ആ ഭാഗത്തുള്ള കോൺട്രാക്ഷൻ ക്വാളിറ്റി അനലൈസ് ചെയ്തിട്ടാവും റീ എൻട്രി ചെയ്യാനായിട്ട് ശരിക്കും. അപ്പോൾ 2-3 ലെവൽസ് മാത്രമേ കയറാവുള്ളൂ. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിവതും ഫസ്റ്റ് ലെഗ് കിട്ടുവാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കണം. 2 റിസൾട്ട് സീസണിടയ്ക്ക് നോർമലി ഒരു സ്റ്റോക്ക് ഒരു 3 ലെഗിലാണ് കയറുന്നത്. ഫസ്റ്റ് ലെഗ് ഏറ്റവും ബെസ്റ്റാണ്. റിസ്ക് റിവാർഡ് റേഷ്യോ ബെസ്റ്റ് ആയിരിക്കും, റിസ്ക് കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത കയറ്റം എന്താ പറയുക സെക്കൻഡ് ലെഗാണ്. സെക്കൻഡ് ലെഗിൽ എന്താ സംഭവിക്കുന്നത്? റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ഒരു ചെറിയ തട്ടുകേട് സംഭവിക്കും. റിസ്ക് അല്പം കൂടെ കൂടും. അത് കഴിഞ്ഞ് വരുന്ന ലെഗ് 3 എന്ന് പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോ കുറവായിരിക്കും, റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും ലെഗ് 1ലോ ലെഗ് 2ലോ കയറാൻ ശ്രമിക്കുക. ലെഗ് 3യിലൊക്കെ കയറുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കണം. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കേണ്ടത് ഒരു സ്റ്റോക്ക് അറ്റ് എ സ്ട്രെച്ച് അല്പം പോലും റെസ്റ്റ് എടുക്കാതെ കൂൾ ഓഫ് ഇല്ലാതെ ഒരു 30-35% കയറി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ പിന്നെ ചെറിയ കാര്യം ആ സ്റ്റോക്ക് ഒരു കൂൾ ഓഫ് പോയതിന് ശേഷം മാത്രമേ ആ സ്റ്റോക്കിൽ അനലൈസ് ചെയ്തിട്ട് കയറാവുള്ളൂ. ആ സ്റ്റോക്കിൽ ഒരു 30-35% പോയ സ്റ്റോക്കിൽ എപ്പോഴും ഒരു ക്ലൈമാക്സ് ക്യാൻഡിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ക്ലൈമാക്സ് ക്യാൻഡിലിൻ്റെ ടോപ്പിലായിരിക്കും കയറുന്നത്. അവിടെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഒരു 10-15% കറക്ഷൻ പോയി കഴിയുമ്പം നമ്മുടെ ക്യാപിറ്റലിനെ സീരിയസ് ആയിട്ട് ബാധിക്കും, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, നമ്മുടെ ട്രേഡിംഗ് സൈക്കോളജിയെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഏത് സ്റ്റോക്ക് എടുത്താലും അറ്റ് എ സ്ട്രെച്ച് എടുത്തു പറയുന്നു കൂൾ ഓഫ് ഇല്ലാതെ 30-35% കയറുവാണെങ്കിൽ വെയിറ്റ് സ്റ്റോക്ക് ഒന്ന് കൂൾ ഓഫ് ആകട്ടെ. അതിനുശേഷം നമുക്ക് സ്റ്റോക്കിലെ എൻട്രിയെക്കുറിച്ച് പുൾ ബാക്ക് ക്വാളിറ്റി അനലൈസ് ചെയ്തിട്ട് എവിടെ വന്ന് ആ സ്റ്റോക്ക് റെസ്റ്റ് ചെയ്യുന്നു ആ ഭാഗത്തുള്ള കോൺട്രാക്ഷൻ ക്വാളിറ്റി അനലൈസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
സെക്ടർ ട്രെൻഡിങ് വളരെ കൃത്യമാണ്. സെക്ടറിനെ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം വളരെ ക്രിട്ടിക്കലാണ്. NSE തന്നെ 10, 17, 18 സെക്ടേഴ്സ് ഉണ്ട്. BSEയിൽ സെക്ടേഴ്സ് ഉണ്ട്. ഈ സെക്ടറിനെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ അനാലിസിസ് നടത്തുക, അത് ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഏത് സെക്ടറാണ് ട്രെൻഡിലുള്ളത് ആ സെക്ടറിൽ ബെസ്റ്റ് റിസൾട്ട് എന്ന സ്റ്റോക്കുകൾ മാത്രമേ ട്രേഡ് ചെയ്യാവുള്ളൂ. സെക്ടറിൽ ട്രെൻഡിങ് അല്ലാത്ത സെക്ടറിലെ നല്ല സ്റ്റോക്ക് ഇട്ടിട്ട് വല്ല കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ആൾക്കൂട്ടം എങ്ങോട്ടാണ് ഒഴുകി പോകുന്നത്, ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ള കൺസെപ്റ്റാണ് നമുക്ക് വേണ്ടത്. സെക്ടർ അനാലിസിസ് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അതിനേക്കാളും ക്രിട്ടിക്കലാണ് സബ് സെക്ടർ അനാലിസിസ്. സെക്ടർ നമ്മൾ നോക്കിയാൽ നിഫ്റ്റിയിലെ 10-20 സെക്ടർ കാണാൻ പറ്റും. BSEയിൽ കൂടെ സെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4 times ആണ് സബ് സെക്ടേഴ്സ് ഉള്ളത് ശരിക്കും മാർക്കറ്റിലുള്ളത്. ഈ സബ് സെക്ടർ അനാലിസിസ് ആണ് ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്ന കൺസെപ്റ്റ്. ശരിക്കും സബ് സെക്ടറിനെ ആദ്യം മനസ്സിലാക്കുക, സബ് സെക്ടറിനെ അനലൈസ് ചെയ്യാൻ മനസ്സിലാക്കുക. ആ സബ് സെക്ടറിൽ നമ്മുടെ കയ്യിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബെസ്റ്റ് ഫണ്ട റിസൾട്ട് എന്ന ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകളെ ആ സബ് സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ താങ്കൾ ട്രേഡ് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, താങ്കൾ നോയ്സിൽ നിന്നും മാറി നിൽക്കും. 2, താങ്കൾക്കറിയാൻ സാധിക്കും ഏതെല്ലാം സബ് സെക്ടറിലാണ് മണി ഫ്ലോ വരുന്നത്. 3-ാമത്തെ കാര്യം, താങ്കൾ ട്രേഡ് ചെയ്യുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ആ സബ് സെക്ടറിലെ. നാച്ചുറലി ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാകുന്ന കാര്യം എടുത്തു പറയുന്നു. പ്രൊവൈഡഡ്, എന്താ പ്രൊവൈഡഡ് എന്ന് പറയാൻ കാര്യം, ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ എല്ലാത്തിനും മീതെയാണ്. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ വീക്ക് ആണെങ്കിൽ കഴിവതും സ്റ്റോക്കിൽ നിന്ന് മാറിയിക്കുക, ട്രേഡിൽ നിന്ന് മാറിക്കുക. അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുവാണെങ്കിൽ മിനിമം ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാവുള്ളൂ. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണ് നോക്കുന്നത്? അന്ന് ക്രൂഡിൻ്റെ പ്രൈസ്, അന്ന് US മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ചെയ്തു രാത്രിയിൽ, അന്ന് US ഫ്യൂച്ചേഴ്സ് എങ്ങനെ ഓപ്പൺ ചെയ്തു മോർണിംഗിൽ, ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ്സ് എങ്ങനെയാണ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന മോർണിംഗിൽ. എല്ലാ ദിവസവും രാവിലെ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു റീലുണ്ട്, രാവിലെ 6:30, 7 o'clock. ആ റീൽ കണ്ടാൽ തന്നെ താങ്കൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങൾ ആ ദിവസം പോകാൻ സാധ്യതയെന്ന്. ഇതിനോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത്, 6:30 ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. സപ്പോസ് താങ്കൾ അന്നത്തെ ദിവസം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്താൽ ഓവറോൾ മാർക്കറ്റ് കോഷൻ ആണെങ്കിൽ താങ്കൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം കുറയ്ക്കാൻ സാധിക്കും, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കും. കുറേ കൂടെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യണത് വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെ പല പല പ്ലസ് ഫാക്ടേഴ്സ് നമ്മുടെ സിറ്റുവേഷൻ അനാലിസിസ് നമ്മൾ മോർണിംഗിൽ നടത്തുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രൊവൈഡഡ് താങ്കളൊരു ഷോർട്ട് ടൈം ട്രേഡ് ആണെങ്കിൽ മാത്രം. ലോങ് ടൈം ട്രേഡ് സംബന്ധിച്ച് കൊച്ചു മൂവ്മെൻറ്റ്സ്, ഒരു ദിവസം എന്തെങ്കിലും ഇഷ്യൂ വന്നു, പിറ്റേ ദിവസം ഇഷ്യൂ കൂടി, അല്ലെങ്കിൽ ചെറിയ ആയിട്ടുള്ള വോളറ്റിലിറ്റി ലോങ് ടൈം ട്രേഡിനെ സംബന്ധിച്ച് ഡസ് നോട്ട് മാറ്റർ മച്ച്. അവരെ സംബന്ധിച്ച് മാറ്റർ ചെയ്യും. പ്രൊവൈഡഡ് ചില സെക്ടേഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IT സെക്ടർ നമ്മൾ കണ്ടു തകർന്നു പോകുന്നത്. അത് കാര്യം എന്താ, AIയുടെ ആ വിഭാഗം കൊണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്ത ഇൻട്രപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ലോങ് ടൈം ട്രേഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ഷോർട്ട് ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വോളറ്റിലിറ്റി അവരെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി അവർക്ക് അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. ഇൻ ജനറലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. ഇതാണ് ഏതാനും കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചത്. ശ്രദ്ധിക്കേണ്ട കാര്യം ധാരാളം കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇനിയും വരുന്ന വീഡിയോകളിൽ പല പല കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് എനിക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. വീഡിയോ എപ്പോഴും ചെറിയതാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു സങ്കല്പം. അതുകൊണ്ടാണ് ഈ 5-6 കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ നിർത്താൻ കാര്യം. താങ്കൾക്ക് അറ്റ്ലീസ്റ്റ് നാളെ മുതലുള്ള ട്രേഡ്സിലെ ഈ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ചെയ്യാൻ സാധിച്ചാൽ താങ്കളുടെ ട്രേഡിനെ ക്വാളിറ്റേറ്റീവായിട്ടത് അത് ധാരാളം രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.